ഇത്രയും കാലം നീ നിന്റെ ചേട്ടന് വേണ്ടിയാണ് ജീവിച്ചത്. ഇനി അത് നിർത്താനുള്ള സമയമാണ്. നിനക്ക് എൻ്റെ കൂടെ ജീവിക്കാനാണ് ഇഷ്ടമെന്ന് എനിക്കറിയാമെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അങ്ങനെയല്ല എന്നാണ് അവൻ അവളോട് പറയുന്നത്. ഞാൻ ഇപ്പോഴാണ് എൻ്റെ സ്വപ്നത്തിൽ നിന്നും ഉണർന്നത്. ചേട്ടനെ കുറിച്ചായിരുന്നു ഞാൻ ആലോചിക്കേണ്ടിയിരുന്നത്. നീ കാരണം എൻ്റെ ശ്രദ്ധയൊന്ന് മാറിപ്പോയി. നിന്നെ ആ ഗാർഡനിൽ കണ്ട ദിവസം തന്നെ ഞാൻ നിന്നെ അവോയ്ഡ് ചെയ്യണമായിരുന്നു. ദയവ് ചെയ്ത് ഇനി എൻ്റെ ജീവിതത്തിലേക്ക് വരരുതെന്നാണ് ടേയങ്ങിനോട് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ എന്നെ വിട്ടു പോകില്ല എന്ന് നീ എനിക്ക് സത്യം ചെയ്തു തന്നതാണെന്ന് യങ് അവനോട് പറയുന്നുണ്ട്. അതെല്ലാം വെറും വിഡ്ഢിത്തം മാത്രമാണ്. എൻ്റെ ചേട്ടനെ നോക്കാൻ തന്നെ ഞാൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അതിൻ്റെ ഇടയിലേക്ക് വന്ന് എന്നെ നീ കുറച്ചുകൂടി കഷ്ടപ്പെടുത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് ടീ അവിടെ നിന്നും പോകുവാണ്. യങ്ങാണെങ്കിൽ ഇത് കേട്ട് അവിടെ നിന്ന് പൊട്ടിക്കരയുവാണ്. ദേഷ്യത്തിൽ പലതും അവൾ വിളിച്ച് പറയുന്നുണ്ടെങ്കിലും ടീ അതൊന്നും കേൾക്കാത്തതുപോലെ അവിടെ നിന്നും പോകുവാണ്.